ഞങ്ങളുടെ അടുത്തൊരു ആളുണ്ടായിരുന്നു, മാണിക്കുഞ്ഞ് എന്നാണ് അയാളുടെ പേര്. മാണിക്കുഞ്ഞ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ഫിലിപ്പേട്ടൻ്റെ വീട്ടിലാണ് മാണിക്കുഞ്ഞ് പണിയെടുക്കുന്നത്. ഫിലിപ്പേട്ടൻ്റെ എല്ലാ പണികളും ഇന്ന പണി എന്നില്ല. ഫിലിപ്പേട്ടന് റബ്ബർ ഷീറ്റ് പോയ്ക്കുന്ന പരക്ക് തീടണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ, വാഴ വെക്കണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ, ഫിലിപ്പേട്ടൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് മാണിക്കുഞ്ഞ് തന്നെ, പശുവിനെ കറക്കുന്നത് മാണിക്കുഞ്ഞ് തന്നെ എന്ന് വേണ്ട, അവരുടെ വീട്ടിൽ എന്ത് ജോലിയുണ്ടോ അത് ഈ മാണിക്കുഞ്ഞ് ചെയ്യും. പുറത്തൊന്നും ചെയ്യുകയുമില്ല. ആശ്രിത വത്സലനായിട്ട് അങ്ങനെ ആ വീട്ടിൽ തന്നെയാണ് ഈ മാണിക്കുഞ്ഞ് താമസിക്കുന്നത്. അപ്പോൾ മാണിക്കുഞ്ഞിന് ഒരു ദിവസം ആരോ കഞ്ചാവ് ബീഡി കൊടുത്തു വലിക്കാൻ. മാണിക്കുഞ്ഞൊരു 3 വലിയും വലിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാണിക്കുഞ്ഞിന് എന്തൊക്കെയോ ഒരു ചെറിയ തോന്നലുണ്ടായി. മാണിക്കുഞ്ഞ് നേരെ ഫിലിപ്പേട്ടൻ്റെ വീട്ടിൽ ചെന്ന് മുറ്റത്ത് ഈ വിറക് കീറിയിട്ട് ചെറിയ മടൽ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓലമടൽ എടുത്ത് കൈ പിടിച്ചു മാണിക്കുഞ്ഞ്. എന്നിട്ട് കൊടിമ്പല്ലടിച്ചു. അവിടുത്തെ ചേച്ചി വാതിൽ തുറന്നപ്പോൾ ഈ ഓലമടൽ അവർക്ക് നേരെ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് മാണിക്കുഞ്ഞിനെ അറിയാമല്ലോ. എന്നാ മാണിക്കുഞ്ഞെ നീ പറയുന്നേ എന്ന് ചോദിച്ചു. ഞാൻ മാണിക്കുഞ്ഞല്ലേ, മാൻസിംഗ്. അന്ത മാണിക്കുഞ്ഞിന് ഇന്ത മാൻസിങ്ങിനെ തെരിയില്ലേ, ഇന്ത മാൻസിങ്ങിന് എന്താ മാണിക്കുഞ്ഞിനെ തെരിയില്ല. ഒന്നാമത് സിംഗാണ്, തമിഴാണ് ഉള്ളി പറയുന്നത്. അപ്പോൾ ആ ചേച്ചി ഇവൻ എന്താ പറയുന്നത് എന്നുള്ളത് വാതിലടച്ചു. മാണിക്കുഞ്ഞ് മടലും ഇട്ടിട്ട് അങ്ങ് നടന്നൊരു മണിക്കൂർ നടന്നപ്പോൾ ചെറുതായിട്ട് വെളിവ് വീണ് തുടങ്ങി മാണിക്കുഞ്ഞിന്. അപ്പോൾ മാണിക്കുഞ്ഞിന് മനസ്സിലായി, ഫിലിപ്പേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എന്തോ ഒരു കൊള്ളരുതായ്മ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതെന്ത് കൊള്ളരുതായ്മ എന്ന് ഓർമ്മയും കിട്ടുന്നില്ല. മാണിക്കുഞ്ഞ് തിരിച്ചു നടന്നു ഫിലിപ്പേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോഴത്തേക്ക് ഈ ചേച്ചി ഫിലിപ്പേട്ടനൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി. കാരണം മാണിക്കുഞ്ഞ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫിലിപ്പേട്ടൻ വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ട്. രണ്ടാമത് വീട്ടിൽ വന്നിട്ട് കോളിമ്പല്ലടിച്ചു. ഡോറ് തുറന്നപ്പോൾ ഫിലിപ്പേട്ടൻ നിൽപ്പുണ്ട്. ഉടനെ ഈ മാണിക്കുഞ്ഞ് ഉള്ളോടി ചോദിക്കുക, ഇച്ചിരി നേരം മുമ്പ് ഇവിടെ മാൻസിംഗ് എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നോ? പുള്ളിക്ക് വലിച്ചിട്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിപ്പോയി. മാൻസിംഗ് വേറെ ആളായിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക്. പകലു തേടുമ്പം